പാതിവില തട്ടിപ്പു കേസിൽ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി എറണാകുളം രജിസ്റ്റർ ചെയ്ത കേസിലാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വിവരങ്ങളുമായി വിനയ രാജി ചേരുന്നുണ്ട്. വിനയ, ആനന്ദകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് തുടരുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? പാതിവില തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലായിരുന്ന ആനന്ദകുമാറിന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രധാനമായും ഈ മൂവാറ്റുപുഴ ചീഫ് സ്റ്റേറ്റ് സെക്രട്ടറി റിച്ചി വർഗീസ് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ മുൻപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് കോടതി തള്ളിയതിന് പിന്നാലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പ്രധാനമായി ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്ത ആനന്ദ്കുമാറിന് പിന്നീട് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കോസ്മോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. നിലവിൽ ഇപ്പോഴും ഇദ്ദേഹം ഐസിയുവിൽ തന്നെ തുടരുകയാണ്. രാവിലെ ഈ കേസ് കോടതി പരിഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിലാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇവിടെ തന്നെ കഴിഞ്ഞ 5 തവണയും കേസ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. തുടർന്ന് ഇന്ന് കേസ് പരിഗണിച്ചപ്പോഴാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയായിരുന്നു ക്രൈംബ്രാഞ്ച് ഇയാളെ ആനന്ദകുമാറിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും എറണാകുളത്ത് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇവിടെ കേസ് കസ്റ്റഡിയിൽ എടുത്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം എറണാകുളത്തേക്ക് കൊണ്ടുപോകാനായിരുന്നു പദ്ധതി എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഈ 5 തവണ കേസ് മാറ്റേണ്ട ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിൽ കണ്ണൂർ എത്തി എതിർകക്ഷിയാക്കിയായിരുന്നു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ണൂർ ചീഫ് സ്റ്റേറ്റ് സെക്രട്ടറി നൽകിയ പരാതിയിലായിരുന്നു ആനന്ദകുമാറിനെ അടക്കം 7 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും വഞ്ചന, വിശ്വാസ് വഞ്ചന, ചതി എന്നീ വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിലവിലെന്തായാലും ഇപ്പോൾ ആനന്ദകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എറണാകുളത്തുള്ള മൂവാറ്റുപുഴ സ്റ്റേറ്റ് സെക്രട്ടറി റിച്ചി വർഗീസ് നൽകിയ കേസിലാണ് ഇപ്പോൾ പോലീസ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത ശേഷം ദേഹാസ്വാസ്ഥ്യമുണ്ടായ ആനന്ദകുമാർ നിലവിൽ ഇപ്പോഴും ഐസിയുവിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ആനന്ദകുമാറിനെ എറണാകുളത്തേക്ക് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവുകയുള്ളൂ. ശരി, പാതിവില തട്ടിപ്പു കേസിൽ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എറണാകുളത്ത് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനയ രാജ്.